ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിന് ഹോട്ടൽ തല്ലി തകർത്തു. കോഴിക്കോട് അളിയൻസ് ഹോട്ടലിലാണ് അതിക്രമമുണ്ടായത്. ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനമേറ്റു. ബില്ല് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പതിവില്ലെന്നായിരുന്നു അക്രമിയുടെ മറുപടി. ചേതൻ ചേരുകയാണ്. ചേതൻ, ഒരു ഗുണ്ടായിസമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചതിന്റെ പൈസ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുക, മർദ്ദിക്കുക, ഹോട്ടൽ തല്ലി തകർക്കുക. വിശദാംശങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഗുണ്ടായിസം തന്നെയാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് അളിയൻസ് ഹോട്ടലിലാണ് ഇത്തരത്തിലൊരു നാണം കെടുത്തുന്ന സംഭവം നടന്നത്. 3 പേരാണ് ഇത്തരത്തിൽ അക്രമത്തിന് നേതൃത്വം ഹോട്ടലിൽ നൽകിയത്. അതായത് ഇന്നലെ രാത്രി 3 അംഗ സംഘം ഹോട്ടലിലേക്ക് കയറുന്നു, ഭക്ഷണം ആവശ്യപ്പെടുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതിനുശേഷം കടയിലെ ജീവനക്കാർ ബില്ല് കൊണ്ടു കൊടുക്കുന്നു. ആ സമയത്താണ് ഇവർ പ്രകോപിതരായത്. ഒരു കാരണമില്ലാതെയാണ് ഇത്തരത്തിൽ പ്രകോപിതരായത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രകോപിതരായതെന്ന് ഹോട്ടൽ ജീവനക്കാർ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിച്ചാൽ ബില്ല് നൽകുന്ന സ്വഭാവം തങ്ങൾക്കില്ല എന്ന് ആയിരുന്നു ഇവർ പ്രകോപിതരായത്. പിന്നീട് ഇവർ സംഭവം അക്രമാസക്തമാവുകയായിരുന്നു. ഇവർ ഇരുമ്പ് വടി കൊണ്ട് എടുക്കുകയും കടയിലെ ഒരു ജീവനക്കാരെ മർദ്ദിക്കുകയും ആയിരുന്നു. ഇരുമ്പ് വടി കൊണ്ട് ദേഹമാസകലം മർദ്ദിക്കുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാരനായ ഷഹനാദിനാണ് ഇത്തരത്തിൽ പരിക്ക് ഏറ്റത്. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണ്. ഇരുമ്പ് വടി കൊണ്ടാണ് ഇത്തരത്തിൽ ജീവനക്കാരനെ മർദ്ദിച്ചത്. ഇതിന്റെ ഈ മർദ്ദിക്കുന്നതിന്റെ ഈ ഹോട്ടലിന്റെ അനിഷ്ട സംഭവങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പ്രക്ഷേപണം ചെയ്യുന്നത്. 2 ആഴ്ച, ഇതിന്റെ ഒരു ഏറ്റവും വലിയ കാര്യം, ഒരു പുതിയൊരു ഹോട്ടലാണ്. 2 ആഴ്ച മുമ്പ് മാത്രം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ഹോട്ടലിലാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടായത്. ഈ ഹോട്ടൽ ജീവനക്കാർ നൽകുന്ന വിവരം അനുസരിച്ച് ഈ 3 പേരും അമിതമായ രീതിയിൽ മദ്യപിച്ചിരുന്നു. മദ്യപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനം സൃഷ്ടിച്ചത് എന്നാണ് ഈ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. 3 പേരാണ്. ചേതൻ, ഇപ്പോൾ ഹോട്ടൽ ഉടമ മുഹമ്മദ് ഷാലു കൂടി ചേരുകയാണ്. ഷാലു, എന്താണ് സംഭവിച്ചത്? ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ഒരു ഭീകരത. എപ്പോഴായിരുന്നു സംഭവം? 9:30 ആയിട്ടുണ്ടാവും. അവര് 3 പേര് ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് പേ ചെയ്യാൻ നേരത്തെ പറഞ്ഞു ബില്ല് പൈസ ഇല്ലാന്ന് ആദ്യം പറഞ്ഞു. അന്ന് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവര് ഞങ്ങൾ പൈസ കൊടുക്കാറൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ പൈസ കൊടുക്കാതെ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് അവര് തല്ലുണ്ടായത്. ആദ്യം എന്റെ ഷഹനാദ് പറഞ്ഞ അളിയൻ തന്നെയാണ്, അവനെ തല്ലുകയായിരുന്നു ചെയ്ത്. അവനായിരുന്നു ക്യാഷിലുണ്ടായിരുന്നത്. അതിനുശേഷം 2 പേര് പുറത്തു പോയി കല്ലും ഒരു വടിയൊക്കെ എടുത്ത് വന്ന് ഗ്ലാസും ഒക്കെ അടിച്ച് തകർക്കുകയും ചെയ്തത്. ഹലോ, ഇവര് 3 പേരാണ് ഉണ്ടായിരുന്നത്. ബില്ല് ചോദിക്കുന്ന സമയത്താണ് ഇവർ പ്രകോപിതരാകുന്നത്. അതിനുശേഷം ഈ ഇരുമ്പുപടിയും മറ്റു ആയുധങ്ങളും ഒക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇവരുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നോ? ഇവര് ഇതിനു വേണ്ടി തയ്യാറെടുത്ത് വന്നതാണ് എന്ന് കരുതുന്നുണ്ടോ? അത് എന്താണെന്ന് അറിയില്ല. അവര് ആദ്യം 2 പേര് പുറത്തേക്ക് ഓടിപ്പോയിട്ട് പെട്ടെന്ന് വരുമ്പോ കല്ലും വടിയൊക്കെ എടുത്തിട്ടാ വന്നത്. ഈ ആദ്യം ഉണ്ടായിരുന്ന ആള് ആദ്യം ഷഹനാദിനെ അടിച്ചു വരുന്നുണ്ട്. അതിനുശേഷം അവര് 2 പേര് പുറത്ത് പോയിട്ട് വരുമ്പോ ഒരാളെ കയ്യിൽ കല്ലും വടിയൊക്കെ എടുത്താ വന്നത്. കല്ല് ഇഷ്ടിക പോലത്തെ കല്ലായിരുന്നു. അതെടുത്ത് ഗ്ലാസ്സിന് എറിയുകയും പിന്നെ ഗ്ലാസ് അടിച്ച് പൊട്ടുകയൊക്കെ ചെയ്തത്. മുഹമ്മദ് ഷാലു, ഇവര് വളരെ ചെറിയ പ്രായം ഉള്ള ആൾക്കാരാണെന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നത്. അതായത് ഇവരുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ഞങ്ങൾ ഇറങ്ങിപ്പോകും, നിങ്ങൾ ആരാണ് പൈസ ചോദിക്കാൻ എന്ന മട്ടാണ്. ഇവര് ഏതെങ്കിലും തരത്തിൽ ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാണോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഷാലു? അറിയില്ല, ഞങ്ങൾക്കറിയില്ല. ഞാനവിടെ ഷോപ്പ് തുടങ്ങി 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇവരവിടെ കണ്ട് അവിടെയുള്ള ആൾക്കാരാണെന്ന് അറിയാം, അവിടെ ആ ഭാഗത്തുള്ള ആൾക്കാരാണെന്ന് അറിയാം. ഇവര് ഈ പറയുന്നത് പോലെ നിങ്ങൾ അവിടെ കട തുടങ്ങിയതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയോ മറ്റേതെങ്കിലും ഈ പറയുന്ന പോലെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ കടയിലേക്ക് എത്തിയതാണെന്നോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കാൻ സാഹചര്യമുണ്ടോ? അല്ല, അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നൊന്നും. പക്ഷെ അവര് ആദ്യം വന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഒരുപാട് ഫുള്ള് എല്ലാവരും നല്ല വെള്ളത്തിലായിരുന്നു. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണമൊക്കെ കൊടുക്കുകയുണ്ടായിരുന്നു. ഒരു പറഞ്ഞ എല്ലാ സാധനവും കൊടുക്കുകയായിരുന്നു. നന്ദി മുഹമ്മദ് ഷാലു പ്രതികരിച്ചതിന്. ചേതൻ തുടരുകയാണ്. ചേതൻ, കോഴിക്കോട് ഭക്ഷണം കഴിച്ചിട്ട് കാശ് ചോദിച്ചാൽ ഉടനെ കടയടിച്ച്
തീർച്ചയായും 3 പേരാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയത്. ഇവരെ കൂടാതെ ഒരാൾ പുറത്തുണ്ടായിരുന്നു. പക്ഷെ അയാൾ കടയുടെ അകത്തേക്ക് പ്രവേശിച്ചില്ല. 3 പേരാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ഈ 3 പേരിൽ ഒരാളാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ അക്രമി സംഘത്തിൽ ഒരാൾ പിടിയിലും ആയിട്ടുണ്ട്. മറ്റ് 2 പേർക്കായി ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാത്ത, പൊതുസമൂഹത്തിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിന് ഹോട്ടൽ അടിച്ചു തകർത്തു. ഹോട്ടൽ ഉടമകളെ മർദ്ദിച്ചു.